ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ സുപ്രീം കോടതി മുറിയിൽ നടന്ന സംഭവം, ചീഫ് ജസ്റ്റിൻ്റെ ബെഞ്ചിൽ നടന്ന സംഭവം ജനാധിപത്യത്തിനേറ്റ കളങ്കമെന്ന് വേണമെങ്കിൽ പറയാം. അത് സനാതന ധർമ്മത്തിന് ചേരുന്നതല്ല ചീഫ് ജസ്റ്റിൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഷൂ എറിയാൻ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ശ്രമിച്ചത്. പോലീസുകാരും സെക്യൂരിറ്റിയും അത് തടഞ്ഞു, അതൊക്കെ ശരിയാണ്. എന്നാലും ഇത്തരമൊരു സംഭവം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. കാര്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വരുന്നിടത്ത് ജനാധിപത്യം പരാജയപ്പെടും. അപലക്ഷണീയമല്ലാത്ത ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ നടന്നത്. പ്രൈം ടൈം ആരംഭിക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈം തുടരുകയാണ്. എറണാകുളത്ത് ലക്ഷങ്ങൾ വില വരുന്ന പശുക്കളെയും കാളകളെയും മോഷ്ടിക്കുന്ന ഒരു സംഘം പിടിയിലായി. കളമശ്ശേരിയിലെ മോഷണത്തിനിടെയാണ് ഈ പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100-ലധികം പശുക്കളെയും കാളകളെയും ഈ പ്രതികൾ മോഷ്ടിച്ചു. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അപ്പോൾ ഈ പശുക്കള്ളന്മാർ, കാളക്കള്ളന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കള്ളന്മാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് അറിയാൻ നമുക്ക് വിപിൻ സി വിജയനെ നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ വിപിൻ സി വിജയൻ. പശുക്കള്ളന്മാരുടെ, കന്നുകാലി കള്ളന്മാരുടെ ഒരു വലിയ സംഘത്തെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. 3 പേർ ഇപ്പോൾ നിലവിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കന്നുകാലി കള്ളന്മാർ ഇവർ കുറെ മാസങ്ങളായി തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കന്നുകാലികൾ ഇങ്ങനെ മോഷ്ടിച്ച് കടത്തുന്നുണ്ട്. അതും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള വാഹനങ്ങളിലാണ് ഈ കന്നുകാലി കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശുവും അതുപോലെ തന്നെ കാളകളൊക്കെ അവ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ നനഞ്ഞ ചാക്കുകൊണ്ട് അതിന്റെ വായ്ഭാഗം മൂടിക്കെട്ടിയാണ് ഇവയെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത്. കളമശ്ശേരിയിൽ വെച്ചിട്ടുള്ള ഒരു പോലീസിന്റെ പരിശോധനയിലാണ്, ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലിയാണ് തുടങ്ങിയിട്ടുള്ള പരിശോധനയിലാണ് ഈ വലിയ സംഘത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നതും അതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഈ സംഘം കുടുങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100-ലധികം പശുക്കളെയും കാളകളെയും കടത്തിയിട്ടുണ്ട്, ഇത്തരത്തിൽ മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന്റെ കൂടുതൽ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കാളക്കള്ളന്മാർ അത് കിടക്കട്ടെ, പശുക്കള്ളന്മാരും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നും 2 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കും. 14-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ കളമൊരുങ്ങി. 243-അംഗ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഛത് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी. 7.43 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ 90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. എല്ലാ ബൂത്തുകളിലും 100% വെബ്കാസ്റ്റിംഗ്, ബൂത്തുകൾക്ക് പുറത്ത് മൊബൈൽ സമർപ്പിക്കാനുള്ള സൗകര്യമടക്കം പുതിയ പരിഷ്കാരങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്താകെ നടപ്പാക്കും. BJP, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജൻശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികൾ ഉൾപ്പെട്ട NDA സഖ്യവും RJD, കോൺഗ്രസ്, ഇടത് പാർട്ടികൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി എന്നിവരടങ്ങുന്ന മഹാസഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ബീഹാറിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമെന്നാണ് പ്രവചനം. എന്നാൽ പതിവ് പോലെ ജാതി സമവാക്യങ്ങൾ വിധിയെഴുതുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ ഘടകങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാകും നിർണായകം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ
12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകാൻ പാടില്ല. ചുമ മരുന്നുകളുടെ ഉപയോഗത്തിൽ കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. ഇതിനായി 3 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു കഴിഞ്ഞു. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത്. ഉത്തരേന്ത്യയിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും ജാഗ്രത. ചുമമരുന്നുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഡോക്ടർമാർ അറിയിച്ചു. കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുതെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത്. കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ചു നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആശങ്ക പരിഹരിക്കാനും ശക്തമായ ബോധവൽക്കരണം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ചുമമരുന്നായ കോൾഡ്രിപ്പിന് നിരോധനം ഏർപ്പെടുത്തി കൂടുതൽ സംസ്ഥാനങ്ങൾ. മധ്യപ്രദേശിൽ മരുന്ന് കഴിച്ച 14 കുട്ടികൾ ആശുപത്രിയിലാണ്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഇതുവരെ 17 കുട്ടികൾ ഈ കോൾഡ്രിപ്പ് കഴിച്ച് മരിച്ചിട്ടുണ്ട്. ചുമമരുന്ന് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. കോൾഡ്രിപ്പ് കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 17 കുട്ടികളാണ് മരിച്ചത്. മധ്യപ്രദേശിലെ ചിദ്വാഡയിലുള്ള 14 കുട്ടികൾ നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിൽ മരിച്ച 14 കുട്ടികളിൽ 11 പേരും ഉപയോഗിച്ചത് കോൾഡ്രിപ്പ് കഫ് സിറപ്പ് എന്നാണ് സൂചന. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോൾഡ്രിപ്പ് കഫ് സിറപ്പ് നിരോധിച്ചു. കഫ് സിറപ്പുകൾ പിടിച്ചെടുക്കാനും പരിശോധന നടത്താനും ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശം നൽകി. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ചതിന് പിന്നാലെ കുട്ടികൾ മരിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. അതിനിടെ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തതിൽ ജില്ലാ മജിസ്ട്രേറ്റിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കത്തയച്ചു. ഡോക്ടർ പ്രവീൺ സോണിയെ ഉടൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു. ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നുകൾ കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാവൂ എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവുകൾ നിരത്തി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിശദീകരണം. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥന്മാരാണെന്ന് റിപ്പോർട്ട്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് ഈ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഷെവീദ് റാവുത്തർ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെവീദ്, ഇതൊരു വലിയ വെളിപ്പെടുത്തലാണല്ലോ, വിശദാംശങ്ങൾ. എസ്കേൻ, ഉറപ്പായിട്ടും എസ്കേൻ, നമ്മൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ സീരീസിൽ ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു ഇന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി മാറ്റിയതെന്ന് നമ്മൾ രാവിലെ കൊടുത്ത വാർത്ത, അത് ആ സ്വർണ്ണപ്പാളി മാറ്റിയതെന്ന് ദേവസ്വം വിജിലൻസ് ഫോട്ടോ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലെ നമ്മൾ കണ്ടു ഹൈക്കോടതിയിൽ റിപ്പോർട്ട് പോകുന്നു. ആ റിപ്പോർട്ടിന് പിന്നാലെ പ്രത്യേക പോലീസ് അന്വേഷണം, ഒരു SIT ടീം വരുന്നു. അതിനൊക്കെ പിന്നാലെ ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ അത് നമുക്ക് ഇപ്പോൾ ലഭിക്കുകയാണ്. ഈ ശബരിമലയിൽ 2019 സ്വർണ്ണപ്പാളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചു, മാത്രവുമല്ല ബോധപൂർവമായ വീഴ്ച സംഭവിച്ചു ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് ഹൈക്കോടതിയുടെ വളരെ കുറച്ചു മുൻപ് പുറത്തു വന്ന ആ ഉത്തരവിലടക്കം പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ് ഇന്ന് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ വീഴ്ച അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരാണെന്ന് ദേവസ്വം വിജിലൻസ് രേഖകളടക്കം പരിശോധിച്ച് കണ്ടെത്തി അത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് ദേവസ്വം വിജിലൻസിന്റെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല സ്കേൻ, ഈ മുരാരി ബാബു 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് നൽകിയിരുന്നു. എന്നാൽ ആ കത്ത് ദേവസ്വം ബോർഡ് നിരാകരിച്ചു. അത് നിരാകരിക്കാനുള്ള കാരണം 2023 തൊട്ട് മുൻപുള്ള 3 വർഷം പമ്പയിൽ
ശബരിമലയിൽ നിന്ന് ട്രാക്ടർ വഴി നെയ്ത്തേങ്ങകൾ അഭിഷേകത്തിനായി കൊണ്ടുപോകുന്ന ഒരു VIP പരിഗണന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിരുന്നു. അക്കാര്യം ദേവസ്വം ബോർഡ് വിലക്കിയത് 2023 അതിന് പിന്നാലെയാണ് 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളി വീണ്ടും നവീകരണത്തിന് കൊടുക്കണം എന്നുള്ള മുരാരി ബാബുവിന്റെ ആവശ്യം അന്ന് നിരാകരിച്ചത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഉദ്യോഗസ്ഥലത്തിലെ വീഴ്ച അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഇതിൽ 2024 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയം. മറ്റു രണ്ടുപേരും റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞതായും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ വളരെ നിർണായകമായിട്ടുള്ള ഉദ്യോഗസ്ഥ വീഴ്ച അടയാളപ്പെടുത്തിയിരിക്കുന്നു. SKN 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിന് സസ്പെൻഷൻ കിട്ടി. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി വന്നത്. എന്നാൽ ഈ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി KGMA രംഗത്ത് വന്നു. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ കുട്ടിയെ ആദ്യം പരിശോധിച്ച 2 ഡോക്ടേഴ്സിനെതിരെയാണ് നടപടി. ജൂനിയർ ഡോക്ടേഴ്സായ മുസ്തഫ, സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വീഴ്ചയില്ലെന്ന DMOയുടെ റിപ്പോർട്ട് തള്ളിയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. സസ്പെൻഷൻ നടപടിയിൽ സർക്കാരിനെതിരെ KGMA രംഗത്തെത്തി. നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഓരോ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് ബാക്കിയുള്ള പ്രതിഷേധ നടപടി ഞങ്ങൾ ആലോചിച്ച് അത് തുടരുന്നതായിരിക്കും. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുറ്റക്കാരായ ഡോക്ടേഴ്സിനെ പിരിച്ചുവിടണമെന്നും പെൺകുട്ടിയുടെ കുടുംബം. പിന്നെ സസ്പെൻഡ് വാങ്ങും, പിന്നെയും തിരിച്ചു വരും, പിന്നെ സസ്പെൻഡ് വാങ്ങും, പിന്നെയും തിരിച്ചു വരും. അത് ശരിയല്ല. അപ്പോൾ അവരിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. ആരൊക്കെ എൻ്റെ മുകളിൽ നോക്കിയത് അവരിനെയൊക്കെ പിരിച്ചുവിടുക. കുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തത്സമയം ചേരുകയാണ്. ഒരാളുടെ മരണത്തിനിരയാക്കിയ കാട്ടാനാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഷംന, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN അട്ടപ്പാടി തേക്കുവട്ട സ്വദേശി ശാന്തകുമാരനാണ് ഇന്ന് വൈകിട്ട് മരിച്ചത്. വൈകിട്ട് 6:45 കൂടിയായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടാനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെടുകയായിരുന്നു. ഇതോടെ കൂടി കാട്ടാന ആക്രമിച്ചു. കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ഈ അട്ടപ്പാടി മേഖലയിലെ കാട്ടാന ആക്രമണം, വന്യജീവി ശല്യമൊക്കെ നിരന്തരം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി അട്ടപ്പാടിയിലെ ഒരു പുലി ഇറങ്ങിയതായും വളർത്തുമൃഗത്തെ കൊന്നതായും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാരുടെ അടുത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് ഈ അട്ടപ്പാടി മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാണെന്ന തരത്തിൽ അതിൽ ഉടൻ തന്നെ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഈ താവളമുള്ളി മേഖലയിൽ വെച്ചായിരുന്നു, താവളമുള്ളി റോഡിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 4 മരണങ്ങളാണ് ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. അതോടുകൂടി തന്നെ പ്രതിഷേധം ഇനി ശക്തമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ അറിയിക്കുന്നതും. SKN. താങ്ക് യു. എയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച KCBC അധ്യക്ഷൻ മാർ ക്ലെമീസ് ബാവ വിഷയത്തിൽ നിയമോപദേശം തേടി ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. ചർച്ച വളരെ പോസിറ്റീവായിരുന്നുവെന്നാണ് മാർ ക്ലെമീസ് ബാവ പ്രതികരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി നാളെ കൂടിക്കാഴ്ചയുണ്ട്. എന്തായാലും സഭയ്ക്കുണ്ടായ ആശങ്കകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി KCBC ചെയർമാന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സലീം. SKN എയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാർ വലിയ പ്രതിരോധത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഈ നിയമ തടസ്സങ്ങൾ അതിനെ കുരുക്കഴിക്കാനുള്ള ശ്രമങ്ങളിലാണ്. അതുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളിലുമാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ മാർ ക്ലെമീസ് ബാവ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ചർച്ച നടന്നത്. അരമണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ചർച്ചയായി. അതിൽ ഈ ആശങ്കകളൊക്കെ പരിഹരിക്കാൻ നിയമോപദേശം തേടാമെന്നും അതിനൊപ്പം തന്നെ ഒന്നിച്ചു നീങ്ങാമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിരുന്നു ചർച്ച എന്നുള്ളതാണ് ക്ലെമീസ് ബാവയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ക്ലെമീസ് ബാവയെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം നാളെയോ അതല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും ഒരു തുറന്ന സംവാദത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിൽ നിൽക്കുന്ന നിയമതടസ്സമാണ്. ആ തടസ്സത്തെ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാരും പറയുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റും സർക്കാരും ഒക്കെ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന വിഷയമാണ്. കാരണം
ഭിന്നശേഷി സംവരണം ഉറപ്പാക്കണമെന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അത് കർശനമായി നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ സർക്കാരിന് കഴിയൂ. അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും നിലവിൽ ഈ അധ്യാപക നിയമന പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അങ്ങനെ എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയുന്ന പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെയാണ് സീറോ മലബാർ സഭ ഉൾപ്പെടെ ഇത് ഗൗരവമായ ചില പരാതികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിയമപരമായ പ്രശ്നപരിഹാരം മാത്രമാണ് ഇക്കാര്യത്തിൽ സാധ്യമാവുക എന്നുള്ളതാണ്. അത് ഏത് നിലയിൽ നടത്തണം എന്നുള്ളത് നിയമോപദേശം, അത് വിദഗ്ധമായ സർക്കാരിന്റെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ കാര്യമായ കൂടിയാലോചനകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ കൂടിയാലോചനകളും നടത്തി വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് സർക്കാരിന്റെയും പ്രതീക്ഷ. അത് സംബന്ധിച്ച ഉറപ്പാണ് നിലവിൽ മാനേജ്മെന്റുകൾക്കും നൽകിയിരിക്കുന്നത്, KCBCക്കും നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, സലിമാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ എയ്ഡഡ് മേഖലയിലെ ഈ ഭിന്നശേഷി സംവരണം കത്തി നിൽക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കടുത്ത നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുറച്ച് ദിവസങ്ങളായി വിദേശത്തായിരുന്ന മാർ ക്ലെമീസ് ബാബ ഈ തിരുവനന്തപുരത്ത് എത്തിയതോടെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് അനുവാദം ചോദിച്ചു. മുഖ്യമന്ത്രി അദ്ദേഹം അല്പം മുമ്പാണ് കണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി ഈ രംഗത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. സഭയുടെ ആശങ്ക പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമവശങ്ങൾ തേടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. CMRL എക്സാലോജിക് കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAക്ക് വൻ തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതിയല്ലെന്ന വിമർശനം ഉന്നയിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതിയും തള്ളിയത്. ഹർജി തള്ളിയ സുപ്രീം കോടതി ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതിയല്ലെന്നും അത്തരം കാര്യങ്ങൾ കോടതിക്ക് പുറത്താണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. കേസിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നടപടിയെന്നും പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. നിയമപരമായി ഇനിയും ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ പരിശോധിച്ച് ഈ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. എന്നാൽ കഴിയുന്ന സത്യസന്ധവും ആത്മാർത്ഥവുമായ പോരാട്ടം ഈ കാര്യത്തിൽ ഉണ്ടാകും. ഇത് ഞാൻ നിരാശപ്പെട്ട് മടങ്ങില്ല, മുട്ടുമടക്കില്ല. വിഷയത്തിൽ മാത്യു കുഴൽനാടനെതിരെ CPIM രംഗത്തെത്തി. മാത്യു കുഴൽനാടൻ എല്ലാ കോടതികളിൽ നിന്നും തോറ്റു. വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി ആക്ഷേപങ്ങൾ നിരത്തുന്നതും കോടതിയിൽ നിന്ന് അവർ തോറ്റിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. 24 ഡൽഹി. മലബാർ മേഖലയിൽ നികുതി അടയ്ക്കാൻ കഴിയാത്ത ഭൂമിയിൽ നിന്ന് നികുതി ഈടാക്കാൻ നടപടി. നികുതി കിട്ടാത്ത ഭൂമികളിൽ നിന്ന് ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം കരം പിരിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. പുതിയ ഉത്തരവിലൂടെ മലബാർ മേഖലയിലെ 20,000-ഓളം ഭൂവുടമകൾക്ക് പ്രയോജനം കിട്ടും. 24 എക്സ്ക്ലൂസീവ് ന്യൂസ്. റവന്യൂ ഭാഷയിൽ നീക്കെ ഭൂമി അഥവാ നികുതി കെട്ടാത്ത ഭൂമി എന്ന് വിളിച്ചിരുന്ന ഭൂമിയുടെ ഉടമകൾ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ആദായമില്ലാത്ത ഭൂമിയിൽ നിന്ന് നികുതി ഈടാക്കേണ്ടതില്ലെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുളം, പാറക്കെട്ട തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ കരംപിരിവിൽ നിന്ന് ഒഴിവാക്കിയത്. കാലാന്തരത്തിൽ ഇവ ഉപയോഗയോഗ്യമായ ഭൂമിയായി മാറിയെങ്കിലും നികുതി ഒടുക്കാൻ കഴിയാത്തത് പ്രതിസന്ധിയായി നിലനിന്നു. മലബാർ മേഖലയിൽ നികുതി കെട്ടാത്ത ഭൂമി രജിസ്റ്റർ ചെയ്ത് കരമൊടുക്കാൻ അനുവാദം നൽകുന്നതിന് 1895 മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ടിലുള്ള വ്യവസ്ഥകളാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ 2005 മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് സർക്കാർ റദ്ദാക്കിയിരുന്നു. 20,000-ഓളം വരുന്ന ഭൂവുടമകൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ 1961 ലാൻഡ് ടാക്സ് ആക്ടിൽ വ്യവസ്ഥകളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ നികുതി ഈടാക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ലാൻഡ് ടാക്സ് ആക്ടിലെ 3(3) വകുപ്പ് പ്രകാരം കൈവശക്കാരൻ എന്നതിന്റെ പരിധിയിൽ നികുതി കെട്ടാത്ത ഭൂമിയുടെ ഉടമകളും ഉൾപ്പെടുമെന്ന് കണക്കാക്കിയാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. ഉത്തരവിറങ്ങുന്നതോടെ നീക്കിയ ഭൂമിയുടെ ഉടമകൾക്ക് കരമടയ്ക്കാനാവും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. 2019 ദ്വാരപാലക ഫോട്ടോയുമായി നിലവിലെ ദ്വാരപാലക പാളി താരതമ്യം ചെയ്യാൻ അനുമതി നൽകി. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കാൻ സെക്യൂരിറ്റി ഓഫീസർക്കാണ് കോടതി അനുമതി കൊടുത്തത്. 2019-ലെയും 2025-ലെയും ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് കോടതി അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ വിപിൻ.
ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടും അതിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുമാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. 1995 ഈ ദ്വാരപാലിക വിഗ്രഹം സ്വർണം പൂശുന്നതിന് വേണ്ടി ദേവസ്വം സെക്രട്ടറി അന്ന് അനുമതി നൽകുകയായിരുന്നു. 1999 അത് സ്വർണം പൂശി. എന്നാൽ അതിന്റെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയപ്പോൾ പിന്നീട് ചെമ്പുപാളി എന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയത്. ഇത് മനഃപൂർവ്വം രേഖപ്പെടുത്തിയതാണ്. അതിൽ കോടതിയുടെ നിരീക്ഷണം അത് അസ്വാഭാവികം, വിചിത്രം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ ഒരു അന്വേഷണത്തിന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ ചെമ്പ് എത്തിച്ചപ്പോൾ അത് വേറെ പാളിയാണ് എന്ന് വിജിലൻസിന്റെ ഒരു സംശയം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ തൂക്കക്കുറവ് മനഃപൂർവ്വം രേഖപ്പെടുത്താതെ ഇരുന്നെന്നും വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ജീവനക്കാർക്ക് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടുള്ളത്. ഇതിലാണിപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. 2019 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ള ദേവസ്വം വിജിലൻസിന്റെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ അത് ഒത്തുനോക്കുന്നതിന് വേണ്ടി ഒരു അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്ട്രോങ് റൂമിലെ മുദ്രവെച്ച ദ്വാരപാലക പാളികളും പരിശോധിക്കാനും ഈ അനുമതിയുണ്ട്. അന്വേഷണം 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഈ വെള്ളിയാഴ്ച സമർപ്പിക്കാനിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇവ കൂടി പരിശോധിക്കാനും പറഞ്ഞിരിക്കുകയാണ്. 2019 ദ്വാരപാലക ഫോട്ടോയുമായി നിലവിലെ ദ്വാരപാലക പാളി താരതമ്യം ചെയ്യണം. അതിലെന്തെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ, അതിലെന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിനെ കൊണ്ട് ഇന്ന് ഈ കേസ് മുഴുവനായും തന്നെ അന്വേഷിക്കണമെന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിന്മേൽ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തലിൽ അത് ഈ ഒരു പരിശോധനകൾ വേണം. അതിനപ്പുറം ബോധപൂർവം ദേവസ്വം ജീവനക്കാർക്ക് വീഴ്ച ഇതിൽ സംഭവിച്ചു. ഒപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് എത്തിയ ചെമ്പുപാളികൾ വേറെ ചെമ്പുപാളിയാണോ എന്നുള്ള ഒരു സംശയം കൂടി വിജിലൻസ് ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, താങ്ക് യു വിൻസി വിജയൻ. മോഹൻ പറയുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ട് ഒരു കൂസലും കുലുക്കുമില്ലല്ലോ. ഇത്രയൊക്കെ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായാലും അദ്ദേഹത്തിന് അനക്കമൊന്നുമില്ല. ഇങ്ങനെയുള്ള ആളുകൾ അനങ്ങത്തൊന്നുമില്ല കേട്ടോ. അവർ വരുന്നത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ ഇതിലൊക്കെ ഇറങ്ങുന്നത്. SKN കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമല ചുറ്റിപ്പറ്റി നടക്കുന്ന ആ സുനിൽസ്വാമിയെക്കുറിച്ച് കൂടി അന്വേഷണം വേണം. നല്ല കാര്യമായിരിക്കും. പത്മകുമാർ അധ്യക്ഷനായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പഴിചാരി സ്വർണ്ണപ്പാളി വിവാദത്തിന് തലയൂരാൻ സർക്കാരിൻ്റെ ശ്രമം. താൻ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പേടിക്കാൻ ഒന്നുമില്ലെന്നുമായിരുന്നു പത്മകുമാറിൻ്റെ പ്രതികരണം. ഇതിനിടെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിലും കേരള നമ്പർ 1 ആണെന്ന് മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ നടത്തിയ പ്രതികരണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നോ എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നെല്ലാമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ആദ്യം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നതിലേക്ക് സർക്കാർ എത്തിയത്. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ഭരണസമിതിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ മുൻ ഭരണസമിതിയെ പഴിചാരാതെ മാർഗമില്ലെന്നും സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പോൾ ആരൊക്കെയാണ്, അപ്പോൾ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ളൊരു ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കൽ നിന്ന് കെടുത്താൻ കഴിയുമെന്നതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരിശ്രമത്തിന്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 സ്വർണ്ണപ്പാളി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത്. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അന്ന് മന്ത്രി. പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുത്തത്. വീഴ്ചയുടെ ഉത്തരവാദിത്വം ഇവർക്കെല്ലാമാണെന്ന് വ്യക്തമാണ്. എന്നാൽ ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ലെന്നാണ് പത്മകുമാറിന്റെ പ്രതികരണം. ഏത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ. അതൊക്കെ നമുക്ക് ഈ അന്വേഷണത്തിൽ തെളിയട്ടെ. 2019 ഭരണസമിതിയെ പഴിചാരി വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നതിനിടെ സർക്കാരിനെ വെട്ടിലാക്കി മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ രംഗത്ത് വന്നു. കോൺഗ്രസ് വേദിയിലാണ് സുധാകരന്റെ പ്രതികരണമെന്നതും ആഘാതമായി. എല്ലാവരും നമ്മൾ നമ്പർ 1 ആണ് കേരളത്തിൽ എന്ന് പറയുക. അങ്ങനെ എപ്പോഴും പറയുന്നതുണ്ടോ? പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണപ്പാട് കൂട്ടിച്ചൊന്നു പോയി, അത് നമ്മൾ നമ്പർ 1 ആണ്. 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയ്ക്ക് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി വിവാദം.
ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് പരാതി. 6 കിലോ സ്വർണ്ണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസം കൊണ്ട് കറുത്ത് ഇരുണ്ടുപോയി. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്നുമാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കൊടിമരം ഒന്ന് ചെന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തോന്നിയത്. അപ്പം തന്നെ അത് ദേവസ്വം ബോർഡിന് ഞാൻ പരാതി, അന്ന് ഗോവിന്ദൻ നായർ സാറാണ് പ്രസിഡന്റ്, അദ്ദേഹത്തിനും അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഞാൻ പരാതി കൊടുത്ത്. അപ്പോൾ അതൊന്നും അവർ അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുത്ത് അദ്ദേഹമാണ് ഇത് വന്ന് പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ 10 വർഷമായിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസത്തിനുള്ളിൽ കറുത്തു പോവുകയായിരുന്നു. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിരുന്നു. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അവർ ചിലവഴിച്ച ഈ തുക, ആ തുക ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണപ്പറകൾ, ആ പറകളിൽ അത്രയും സ്വർണം തന്നെ ഉണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്ന് ദേവസ്വം ഉപദേശക സമിതി. ഏതാണ്ട് 8.5 കോടി രൂപയുടെ മേളിൽ വരും ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ. ഇപ്പോഴത്തെ നമ്മുടെ ഉപദേശ സമിതിയുടെ നിലപാടെന്ന് പറയുന്നത് ഭക്തജനങ്ങൾ കൊടുത്ത സ്വർണം എവിടെ, അത് ഇപ്പം ഏത് രൂപത്തിലായാലും അത് ശാസ്താംകോട്ട അമ്പലത്തിന് ആസ്തിയാണ്. കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവുണ്ടെന്നും പരാതിയുണ്ട്. സ്വർണം പൂശിയ 19 എണ്ണത്തിൽ 14 നമ്പർ ഒഴികെ ബാക്കി എല്ലാ പാളികളും കറുത്തതായും അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. കേസ് എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി സ്വർണം പൂശിയ പാളികൾ ദേവസ്വം ബോർഡിന്റെ ഗോഡൌണിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിലാണ്. 24 കൊല്ലം. ഓക്കെ, PR വനജ ചോദിക്കുന്നത് SKN വാർത്ത കൂടുതൽ ഉള്ളത് കൊണ്ടാണോ കമന്റ് ബോക്സ് ശ്രദ്ധിക്കാത്തത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ വാർത്തകളുടെ കുത്തൊഴുക്കാണ് ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ വാർത്തകൾക്ക് ഒരു പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ വന്നതിന് ശേഷം ഈ വാർത്തകളുടെ ഒഴുക്കാണ്. അപ്പോൾ നമുക്ക് കമൻറ്റുകൾ നമുക്ക് നാളെ വായിക്കാമല്ലോ. ഈ വാർത്തകൾ നമുക്ക് താമസിക്കാൻ പറ്റുമോ? അതല്ലേ പ്രശ്നം. സമസ്തയിലും മരം മുറി വിവാദം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ മരം മുറിച്ചെന്ന പരാതി. 100ാം വാർഷിക ഉപകാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ പ്രഖ്യാപിച്ച ആക്സസ് പദ്ധതി മേഖലയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. സമസ്തയുടെ ഉസ്താദുമാർ 2 പേർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് SIC സൗദി ഘടകം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കത്തയച്ചു. ആ കത്തിൻ്റെ കോപ്പി 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ സമീർ. ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ സമസ്തയിലും മരംമുറി വിവാദം സജീവമാകുകയാണ്. 5.5 ഏക്കർ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയിരിക്കുന്നത്. സംസ്ഥയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 5 ഏക്കർ ഭൂമി വാങ്ങിയത്. അവിടെ ഒരു നിർദ്ദിഷ്ട പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് എന്ന പേരിലാണ് ആ പദ്ധതി. അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് നിന്നാണ് തേക്ക്, ഈട്ടി ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉയർന്നിരിക്കുന്നത് അതിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് മുറിച്ചു കടത്തി എന്നുള്ളതാണ്. അതിൻ്റെ 2 ഉസ്താദുമാർക്കാണ് അതിൻ്റെ ചുമതല നൽകിയിരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. ആ വേളയിലാണ് അതിൻ്റെ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെയോ ഒപ്പോ അനുമതിയോ കൂടാതെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ മരം മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടുകളും ഉയർന്നിരിക്കുന്നു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൻ്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ വലിയ തുകയുടെ ക്രയവിക്രയം അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ 2 ഉസ്താദുമാരും മുഫത്തിഷുമാരായിട്ട് തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേളയിൽ കൂടിയാണ് സംസ്ഥ ഇസ്ലാമിക് സെന്ററിൻ്റെ സൗദി ഘടകം ഇതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സംസ്ഥയുടെ ഉന്നത നേതാക്കൾക്കാണ് ഈ പരാതി അയച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. വലിയ തുകയുടെ മരങ്ങളാണ് അവിടെ നിന്ന് കടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. SKN. മലപ്പുറം പാണ്ടിക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. ചാത്തങ്കോട്ടുപുറം സ്വദേശി അംജിത് അലിയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവം പോലീസ് അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സംഘം ഇയാളെ വഴിയിലിറക്കി വിട്ടു. ഗൂഗിൾ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ശരിയാണ്. പറയൂ ഗൂഗിൾ. SKN ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് സംഭവം. പാണ്ടിക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു
ഇത്തരത്തിൽ ഇയാളെ പിടിച്ചുകൊണ്ടുപോയത് വണ്ടൂർ ചാത്തങ്കോട്ടുപുറ സ്വദേശി അംജദ് അലിയെയാണ് ഒരു സംഘം ആളുകൾ കാറിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പിടിച്ചു കയറ്റി കൊണ്ടുപോയത്. ഇത് കണ്ട നാട്ടുകാർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ കാറിന്റെ നമ്പർ കണ്ടെത്തുകയും കാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് തങ്ങളുടെ പിന്നാലെ പോലീസ് ഉണ്ട് എന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ മനസ്സിലാക്കിയത്. പിന്നീട് ഇയാളെ വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. ഇയാളെ ഇപ്പോൾ അംജദ് അലി ഇപ്പോൾ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിക്കൊണ്ടുപോയ ആളെ പറ്റിയും വിവരം ലഭിച്ചതായാണ് സൂചന. വൈകാതെ തന്നെ ഇവരും പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. SKN. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പുനഃസംഘടന അനന്തമായി നീളുന്നതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രൂക്ഷ വിമർശനമുണ്ടായി. പുനഃസംഘടനയിൽ ചർച്ചയോ സമവായമോ ഇല്ലെന്ന് നേതാക്കൾ വിമർശിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരുടെ നിയമനം ഉടൻ ഉണ്ടാകും എന്ന് നേതൃത്വം അറിയിക്കുകയും ചെയ്തു. സലീം മാലിക് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ സലീം. SKN KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ പുനഃസംഘടന വളരെ വേഗത്തിൽ ഉണ്ടാകും. അതിൽ ജനറൽ സെക്രട്ടറിമാരും ട്രഷററും വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആദ്യം ഈ KPCC നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ച അറിയിപ്പ്. അതിന് പിന്നാലെ തന്നെ ആ പുനഃസംഘടന അനന്തമായി നീളുകയാണ്. പലതരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളുമായിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിനൊടുവിലാണ് ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇത് സംബന്ധിച്ച ദീർഘമായ ചർച്ചയും വലിയ വിമർശനവും ഒക്കെ ഉണ്ടായത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ല എന്ന് ചില നേതാക്കൾ വിമർശിച്ചു. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കണം. അതല്ലെങ്കിൽ പുനഃസംഘടന അനന്തമായി നീളുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വന്ന സാഹചര്യത്തിൽ പുനഃസംഘടന ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് നേതാക്കൾ പറഞ്ഞു. അതിനിടെ ജനറൽ സെക്രട്ടറിമാരെ ഉടൻ നിയമിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. KPCC അധ്യക്ഷൻ അറിയിച്ചു. അങ്ങനെ ജനറൽ സെക്രട്ടറിമാരെ മാത്രം നിയമിക്കാൻ കഴിയില്ല, സെക്രട്ടറിമാരെയും നിയമിക്കണമെന്ന മറുവിഭാഗത്തിന്റെ ആവശ്യവും അപ്പോൾ ഉയർന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ തർക്കം പരിഹരിക്കാനായി നിലവിലുള്ള 34 ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് 48 ജനറൽ സെക്രട്ടറിമാരായി ഉയർത്തി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷററെയും നിയമിക്കാം. അതിന് പിന്നാലെ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമിക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു. പക്ഷേ അത് കഴിയില്ല എന്ന് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിലപാട് പല നേതാക്കളും എടുത്തതോടുകൂടി വിശദമായ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ പുനഃസംഘടന എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനിയും കോൺഗ്രസിലെ പുനഃസംഘടന നീളും. പ്രത്യേകിച്ചും സെക്രട്ടറിമാരെ ചൊല്ലിയുള്ള തർക്കവും തുടരുകയും ചെയ്യും. SKN. താങ്ക് യു സലീം മാലിക്. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 പേർ പങ്കിട്ടു. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ മേരി ഇ ബെൻഗോവ്, ഫ്രെഡ് റാംസ്ഡൽ, ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിലെ ഷിമോൺ സകാഗുച്ചി എന്നിവരാണ് പുരസ്കാരം പങ്കുവച്ചത്. മനുഷ്യരിലെ രോഗപ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അമേരിക്കൻ ഗവേഷകരായ മേരി ഇ ബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡൽ, ജപ്പാൻ ഒസാക്ക സർവകലാശാലയിലെ പ്രൊഫസർ ഷിമോൺ സാഗാഗുച്ചി എന്നിവരാണ് ഇത്തവണത്തെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായവർ. The 2025 Nobel Prize in Physiology or Medicine jointly to Mary Brankov, Fred Ramsdell and Shimon Sakaguchi for their discoveries concerning peripheral immune tolerance. മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള സംഭാവനകളാണ് ഇത്തവണത്തെ നൊബേലിന് പരിഗണിച്ചത്. രോഗപ്രതിരോധ ശേഷി ശരീരത്തിന്റെ അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറാതെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന റെഗുലേറ്ററി T സെല്ലുകൾ കണ്ടെത്തിയതിനാണ് അംഗീകാരം. നാളെ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രഖ്യാപിക്കും. രസതന്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെയാകും പ്രഖ്യാപനം. ഒക്ടോബർ 13-നാകും അവസാന വിഭാഗമായ സാമ്പത്തിക ശാസ്ത്രത്തിലെ വിജയിയെ പ്രഖ്യാപിക്കുക. വിഖ്യാതമായ നൊബേൽ മെഡലും ഡിപ്ലോമയും $1 മില്യൺ അമേരിക്കൻ ഉൾപ്പെടുന്നതാണ് നൊബേൽ സമ്മാനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. കണ്ണന്താഴ പറയുന്നു SKN കമന്റും വായിച്ച് പരസ്യവും കൊടുത്ത് സമയമുണ്ടെങ്കിൽ പിന്നെ വാർത്ത കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നു. സതുദ്ദേശത്തോടുള്ള ഈ കമന്റ് ബോക്സിന് മുമ്പിൽ പ്രണമിക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് VR ഗവായിക്ക് നേരെ അഭിഭാഷകന്റെ അതിക്രമ ശ്രമം. സനാതന ധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ചീഫ് ജസ്റ്റിസിന് നേരെ അഭിഭാഷകൻ രാകേഷ് കിഷോർ ഷൂ എറിയാൻ ശ്രമിച്ചത്. ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് മറുപടി പറഞ്ഞത്. അഭിഭാഷകനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു. ഇന്ന് രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ച് ചേർന്ന സമയത്താണ് കോടതി മുറിക്കുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അഭിഭാഷകർ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്.
സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ അതിക്രമ ശ്രമം. കൃത്യസമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞു. അതിക്രമം നടത്തിയ അഭിഭാഷകനെ പോലീസിലേൽപ്പിച്ചു. ഇതൊന്നും തന്റെ പ്രവൃത്തിയെ ബാധിക്കില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ഖജുരാഹോയിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് അത് ദൈവത്തോട് പോയി പറയൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെതിരെ ചില ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിനെതിരെ കോടതിയിൽ പ്രതിഷേധമുണ്ടായതെന്നാണ് വിവരം. സംഭവത്തെ അപലപിച്ച് അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തി. ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. സംഘപരിവാറിന്റെ വിഷലിപ്തമായ വർഗീയ പ്രചാരണമാണ് ഈ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. 24 ഡൽഹി. ഇപ്പോൾ സലീം മാലിക് ഒരു വാർത്ത അറിയിക്കുന്ന ഒരു വാഹനാപകടത്തിന്റെ വാർത്തയാണ്. തിരുവനന്തപുരം കാരേറ്റിൽ വാഹനാപകടം ഉണ്ടായി. ഒരു അധ്യാപകൻ മരിച്ചത് പോത്തങ്കോട് വാവറയമ്പലം സ്വദേശി സുനിൽകുമാറാണ്. ബൈക്ക് യാത്രികനായ സുനിൽകുമാറിന്റെ ശരീരത്തിലൂടെ ഒരു കാർ കയറിയിറങ്ങിയാണ് അപകടം ഉണ്ടായത്. കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് യാത്രികനായ സുനിൽകുമാർ തെറിച്ചു വീഴുകയായിരുന്നു. ഇതിനിടെ എതിർവശത്തു നിന്ന് വന്ന ഒരു കാറാണ് സുനിൽകുമാറിന്റെ തലയിലൂടെ കയറിയിറങ്ങി പോയത്. ഇതൊരു സങ്കടകരമായ വാർത്തയാണ്. ഇന്ന് ഒരുപാട് റോഡപകടങ്ങളിൽ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വാർത്തയായിട്ടുണ്ട്. ഇനി വാർത്താപകൻ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ്. ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 11,070 രൂപയും പവന് 1000 രൂപ ഉയർന്ന് 88,560 രൂപയുമായി. സ്വർണ്ണത്തോടൊപ്പം വെള്ളിക്കും വില ഉയർന്നു. ബസ്സിന് മുന്നിലെ ചില്ലിന് സമീപം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ സൂക്ഷിച്ചതിന് ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടന TDF കോടതിയിലേക്ക്. നാളെ KSRTC ചീഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് MD B ശ്രീകുമാറിനെതിരെ കേസെടുത്തു പോലീസ്. മോശമായി പെരുമാറിയെന്ന ജീവനക്കാരിയുടെ പരാതിയിലാണ് കേസ്. വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും സമരത്തിന് നിക്ഷേപകരുടെ കൂട്ടായ്മ. ഈ മാസം 16-ന് ബ്രഹ്മഗിരി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ആക്ഷൻ കൗൺസിൽ തീരുമാനം. തൃശൂർ ചൊവ്വന്നൂരിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിക്കാൻ ശ്രമിച്ച പ്രതി സൈക്കോ കില്ലറെന്ന് പോലീസ്. ചൊവ്വന്നൂർ സ്വദേശിയായ പ്രതി സണ്ണി സ്വവർഗ അനുരാഗിയെന്നും കൊല്ലപ്പെട്ട ആളുമായുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ്. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പ്രതിസന്ധികൾ തുടരുന്നെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന് കോടതിയുടെ വിമർശനം. 3 ദിവസത്തിൽ തീരുമാനമെടുക്കാമെന്ന് കേന്ദ്രം. ഹിമാലയൻ മേഖലയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. വടക്കൻ ബംഗാളിൽ ജനജീവിതം സ്തംഭിച്ചു. ഡാർജിലിംഗിലെ മണ്ണിടിച്ചിലിൽ മരണം 24ആയി. മരിച്ചവരിൽ 7 പേർ കുട്ടികൾ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അധിക സ്വർണം ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ അനുമതി തേടി. ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ബാക്കി വന്ന സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ഇമെയിൽ വഴി ഒരു അപേക്ഷയും കൊടുത്തു. സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കി വന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ പറഞ്ഞിരുന്നു. ദേവസ്വം പ്രസിഡന്റ് അയച്ച ഇമെയിലിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് മെയിലിന്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം പ്രൈം ടൈമിൽ വീണ്ടും ചേരുകയാണ്. പറയൂ വിപിൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം മാറ്റിയതാണോ എന്നുള്ള ഒരു സംശയമാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 കൈമാറിയത് സ്വർണ്ണപ്പാളി തന്നെ എന്നുള്ളതാണ് ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 1 കിലോ 1.56 കിലോഗ്രാം തൂക്കം സ്വർണം നൽകിയ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഇമെയിൽ സന്ദേശം അന്ന് A പത്മകുമാറിന് അയച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഒരു സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം മിച്ചം വന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് അതൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഈ മിച്ചം വന്ന സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു അപേക്ഷ വേണം എന്നുള്ളത് കൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 2019 ഡിസംബർ 17-ന് ഈ ഒരു സന്ദേശത്തിന് ഈ ദേവസ്വം സെക്രട്ടറി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി അടുത്ത
മണിക്കൂറുകളിൽ തന്നെ വരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൂടുതൽ അതിന്റെ ഒരു ദുരൂഹത ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു അന്വേഷണം, വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതും ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2019 ദ്വാരപാലക ഫോട്ടോയുമായി നിലവിലെ ദ്വാരപാലക പാളി താരതമ്യം ചെയ്യാനുള്ള ഒരു അനുമതി കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കാൻ സെക്യൂരിറ്റി ഓഫീസർക്കും ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ കൂടെ ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശത്തിന്റെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. SK. ഓക്കെ, താങ്ക് യു VNC വിജയൻ. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയക്കുമ്പോൾ നാട്ടിലെ കല്യാണം കൂടി നടത്താൻ ഈ സ്വർണ്ണം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളഞ്ഞു. കുറച്ച് കടത കൈയായി പോയി. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.